ഹലോ, വയനാട് വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചു, ഇൻട്രോ എടുക്കാൻ മറന്നു. ഞാനിപ്പോൾ ജോലിക്ക് പോയി വന്നതാണ്. മുഖമൊക്കെ ഉണ്ട് ഇടിമിച്ചിട്ട് 6 മണി ആകാനായിട്ടുണ്ട് സമയം. അപ്പോൾ മടുത്തു വന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ എല്ലാവരും. രാവിലെ തന്നെ ചോറും കറിയാക്കി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് വൈകി എഴുന്നേറ്റ്, ഇപ്പോഴല്ല കേട്ടോ, ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ച് കറിക്ക് മുറിച്ച് മത്തൻ കറി വെക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകിയിടാമെന്ന് വിചാരിച്ചു, വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിടട്ടെ. അപ്പോൾ കറിയും ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അലർജി ഉള്ളതുകൊണ്ടാണ് മാസ്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടിച്ചു വരട്ടെ. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ആവി വറക്കുന്ന റേഷനരി ചോറായിട്ടുണ്ട്. റേഷനരി ചോറാട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇതാ മത്തൻ കറി ആയിട്ടുണ്ട്. പപ്പടം ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ രാത്രി വെച്ച കാബേജ് ഉപ്പേരി ഉണ്ട്. ഇതൊക്കെ കേട്ടോ രാവിലെ. ഞാൻ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയില്ല. കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്പാടിക്കൊന്നും ഇഷ്ടമല്ല. എന്നും കടിയാകുമ്പോൾ ചോറാണെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. കയ്യിൽ ഒരു ബക്കറ്റുണ്ട്. ബക്കറ്റിൽ കോഴിത്തീറ്റയുണ്ട്. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോകുക. ഇനിയിപ്പോൾ പുറം പണി അത് കഴിഞ്ഞിട്ട് ഇന്നലെ കുറേ തുണി തുന്നി. ഇനിയിപ്പോൾ കുറച്ച് തുണിയും കൂടി തുന്നാനുണ്ട്. അതൊക്കെ തുന്നണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെ നടക്കുന്ന അറിയില്ല. എനിക്ക് ചൂട് അധികമാകുമ്പോൾ എന്തോ ഭയങ്കര വെപ്രാളിപ്പോൾ. പിന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ചൂടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൈറോയിഡിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. തൈറോയിഡ് ഹോർമോണൊന്നും അധികമില്ല, പക്ഷേ ആ മുഴയുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കുറേ വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല വെയിലായി കഴിയുമ്പോൾ എനിക്ക് അകത്ത് പോലും ഇരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ കണ്ടതും അവർ കൊത്ത് തുടങ്ങിയിട്ടോ പരസ്പരം. അപ്പോൾ തീറ്റ കൊടുക്കട്ടെ. അപ്പോൾ തീറ്റ കൊടുത്തതിൻ്റെ ബഹളമാണ് കേട്ടോ ഈ കാണുന്നത്. തീറ്റ കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇന്നലെ വൈകുന്നേരം നിറച്ച് വെച്ചാൽ അതുകൊണ്ട് വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അത് തീർന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ക്യാമറയ്ക്ക് എന്തോ ഒരു മങ്ങൽ. അപ്പോൾ ഇവിടെയുള്ള ഈ കൊത്തുകൊള്ളി 4 എണ്ണത്തിന് തീറ്റ കൊടുത്തിട്ടുണ്ട്. നാടൻ കോഴികൾ ഇവിടെ ഉണ്ട്. ഇവരെ പുറത്തേക്ക് വിടാം. ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രമേ പുറത്ത് വിടുള്ളൂ, അല്ലാത്ത ദിവസം പുറത്ത് വിടില്ല. അതുകൊണ്ട് ഇവർ വിടാം. ഇവർ മാത്രമാട്ടോ ഇപ്പോൾ നമുക്ക് മുട്ടയിടുന്ന കോഴികളുള്ളൂ. വീട്ടിലെ ആവശ്യത്തിന് മുട്ട കിട്ടും. ഒരു മുട്ട ഇതിലുണ്ട്, എടുക്കാം. ഇറങ്ങിപ്പോയിക്കോ കോഴികളെ, പോയി തിന്നെ. കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടി വന്ന കേട്ടോ. കോഴിക്ക് കുറച്ച് പുല്ല് പറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ അവിടെ കുറച്ച് പുല്ലുണ്ട്. മഴ പെയ്തപ്പോൾ മുളച്ച പുല്ലൊന്നും ആകുന്നേ ഉള്ളൂ കേട്ടോ. ആകുന്നത് കോഴിക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ പുല്ലാവില്ല. ഇതേ പറമ്പ് നിറയും കോഴി ആടൊന്നുമില്ലെങ്കിൽ. അപ്പോൾ പുല്ല് പറിക്കട്ടെ. പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കുത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരം കേട്ടോ ഇവരുടെ കാര്യം നോക്കുള്ളൂ. വെള്ളം ഇല്ലെങ്കിൽ വെള്ളം കൂടെ കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ.